പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുനാമത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ ദിവ്യാത്മാവ് ഒന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പുഴയിൽ നിന്ന് മെനഞ്ഞ മനുഷ്യനിലേക്ക് ദൈവമേ അവിടുത്തെ ജീവശ്വാസം അങ്ങ് നിശ്വസിച്ചപ്പോൾ ആ മനുഷ്യരൂപത്തിന് ജീവനുണ്ടായി, ചലനമുണ്ടായി, ഉന്മേഷമുണ്ടായി, ഉണർവുണ്ടായി. കർത്താവായ ക്രിസ്തുവേ, പിതാവായ ദൈവമേ, ത്രിത്വൈക ദൈവമേ, അവിടുത്തെ ജീവശ്വാസം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകല മക്കളുടെ മേലും സമർത്ഥമായി ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഉണർവുണ്ടാകട്ടെ. നിൻ്റെ ആത്മസാന്നിധ്യത്തിൽ, നിൻ്റെ ആത്മവർഷത്തിൽ ഞങ്ങൾക്ക് ഉണർവും ഉന്മേഷവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഹൃദയം ഇപ്പോൾ ദിവ്യനാഥ ജ്വലിച്ച് ഉയരട്ടെ. ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും ഈ ശുശ്രൂഷാവേളയിൽ വിട്ടുപോകട്ടെ. അതോടൊപ്പം തന്നെ ഉദാത്തമായ ജീവിത ദർശനവും സുവിശേഷ മൂല്യത്തിൻ്റെ ഉത്കൃഷ്ടമായ ഉൾക്കാഴ്ചയും ദൈവമേ ഞങ്ങൾക്ക് തന്നരുളണമേ. ഞങ്ങളുടെ സഭയെയും സഭാഗാത്രത്തെയും കർത്താവെ തിരുവചനത്തിൻ്റെ ഉള്ളറകളിലേക്ക് നീ ചേർത്ത് വയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ അടുത്തനുകരിക്കുവാനും അനുഗമിക്കുവാനും വേണ്ട ആത്മീയ പ്രചോദനവും ശക്തിയും ഞങ്ങൾക്ക് തന്നരുളണമേ. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമേ നിൻ്റെ ജീവിത ചൈതന്യം, സുവിശേഷ ഉപദേശം കൂടുതൽ കൂടുതൽ അനുഗമിക്കുവാൻ വേണ്ട ഉൾപ്രേരണ ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധിയും വെടുപ്പുമുള്ള ഹൃദയം ഞങ്ങൾ സജ്ജമാക്കണമേ. ദൈവമേ, ഞങ്ങളോടും ലോകം മുഴുവൻ്റെ മേലും നിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചന ശുശ്രൂഷ ആത്മപൂരിതമാക്കുന്നതിനോട് ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പരിശുദ്ധാമേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 19 തിരുവചനം 10 മുതൽ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം ഈ തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുകയാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിൽ പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, ഈ സുവിശേഷ വചനം നമ്മെ ചില സത്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹ ജീവിതം നയിക്കുന്നവരുണ്ട് സമൂഹത്തിൽ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് സമൂഹത്തിൽ, ഒറ്റയാനയെ പോലെ കഴിയുന്നവരുണ്ട് സമൂഹത്തിൽ. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു യേശുവിനെ പ്രതി വിവാഹ ജീവിതം ഉപേക്ഷിച്ച് ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നവരും കന്യാത്ത ജീവിതം നയിക്കുന്നവരും ലോകത്തിലുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ യേശു നല്ല ഒരു ഓമനപുത്രനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ജ്ഞാനത്തിലും വളർന്നു വന്നു എന്നാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പോലും സുന്ദരനായൊരു ചെറുക്കനെയോ പെണ്ണിനെയോ കണ്ടാൽ, അതുപോലെ ഈ പറഞ്ഞ വാക്കുകളും കൂടി ചേർത്ത് വെച്ചാൽ, ദൈവത്തിൻ്റെ പ്രീതിയിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ നല്ല ജീവിതം നയിക്കുന്നവരെ കണ്ടാൽ ആ വ്യക്തികളെ നമുക്കൊക്കെ സ്നേഹമാണ്, ബഹുമാനമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കണ്ടാൽ ആ വ്യക്തി ഒരു പക്ഷേ എൻ്റെ മകനോ അഥവാ എൻ്റെ മകൾക്കോ ജീവിത പങ്കാളിയായി ലഭിച്ചിരുന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഞാൻ കാരണം പറയുമ്പോൾ ഓർക്കണം, കുറച്ച് നാൾ മുൻപ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്ന ഒരമ്മ, അവർ കത്തോലിക്കരായിരുന്നില്ല, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്ന ക്രിസ്തു ഭക്തരായിരുന്നു. ഇവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരച്ഛനെ കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ആ അച്ഛൻ്റെ എടുപ്പും പാവവും രൂപവും വാക്കും സൗന്ദര്യവും
എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ അമ്മയ്ക്കൊരു തോന്നല്, ഈ അച്ഛൻ അദ്ദേഹം ചിന്തിക്കുന്നില്ല, അവള് വാസവനം ചിന്തിക്കുന്നില്ല, ഈ മനുഷ്യൻ എൻ്റെ മോളുടെ ജീവിത പങ്കാളിയായി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവർക്കറിയത്തില്ല കത്തോലിക്ക സഭയിൽ പുരോഹിതർ വിവാഹം കഴിക്കുമല്ലോ എന്നുള്ള കാര്യമൊന്നും. അതൊന്നും അവർ വിചാരിച്ചിട്ടില്ല. അവരെവിടെയോ കേട്ടിട്ടുണ്ട് പുരോഹിതർ വിവാഹം കഴിക്കുന്നു, ആ ഒരു പശ്ചാത്തലത്തില്ല. അപ്പോൾ ധ്യാനത്തിൻ്റെ 1-ാം ദിവസം 2-ാം ദിവസം മുതൽ ഈ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ കുളിർക്കാൻ തുടങ്ങി, എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ കുളിർമ കൂടി വന്നപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു, ഈ അച്ഛനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ആളുകളോട്. എവിടെയാണ്, എന്താണ് അഡ്രസ്സ്, കല്യാണം കഴിച്ചതാണോ അല്ലയോ എല്ലാം. വിവരമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി, കല്യാണം കഴിച്ചിട്ടില്ല, കൊള്ളാലോ. അപ്പോൾ എന്ത് ചെയ്തു, ഈ അമ്മ ഉടനെ വേറെ കുറേയും കൂടി അറിവുള്ള ആളോട് ചോദിച്ചു, ഈ അച്ഛനോട് ഈ കാര്യം ഒന്ന് പറഞ്ഞാൽ, അച്ഛൻ്റെ വീട്ടുകാരുടെ ഈ കാര്യം ഒന്ന് പറഞ്ഞാൽ നടക്കുമെന്ന്. അപ്പോഴാണ് അറിവും ബോധമുള്ള ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് കത്തോലിക്ക പുരോഹിതനാണ്, കത്തോലിക്ക സഭയിൽ പുരോഹിതർ വിവാഹം കഴിക്കത്തില്ല, കത്തോലിക്ക സഭയിലെ പുരോഹിതർ ബ്രഹ്മചാരികളാണ്, അവർ ബ്രഹ്മചര്യം ജീവിതം നയിക്കുന്നവരാണ്, സെലിബ്രേറ്റ് നയിക്കുന്നവരാണ്. അപ്പോൾ എന്താ ഈ സെലിബസി, എന്താ ബ്രഹ്മചര്യം, ഇങ്ങനെയുള്ള ആകാംക്ഷയൊക്കെ അമ്മ കുറേ കാര്യങ്ങൾ ചോദിച്ചു എന്നാ പറയുക. അങ്ങനെയാണോ, അന്നാ അച്ഛൻ അങ്ങനെ നിന്നോട്ടെ എന്ന് ആ അമ്മയെ ആശംസിച്ചു എന്ന് ഇത് കേട്ടവർ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ യേശുക്രിസ്തു വാസ്തവത്തിൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും ജ്ഞാനത്തിലും വളർന്നു വന്ന സുന്ദരനും സുമുഖനും ജ്ഞാനിയും അറിവും വിവേകവും തൻ്റെ ഇടവും സാമർഥ്യവും കഴിവും എല്ലാം ഉള്ള ഒരു ഉത്തമ പുരുഷനായിരുന്നു. അത് നിസ്സാരണക്കാരനായിരുന്നില്ല അന്ന്. മാത്രമല്ല വാസ്തവത്തിൽ അവൻ യഹൂദനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ആ ഒരു യഹൂദ പാരമ്പര്യം തന്നെ അതിനകത്ത് കിടക്കുക. ഇതെല്ലാമായിരുന്നു എന്ന് വെച്ചാൽ ഒരു കുറവും ഇല്ലാത്തവനായിരുന്നെന്ന് ഞാനീ പറഞ്ഞു വരുന്ന നമ്മുടെ കർത്താവ്. എല്ലാം നിറവും ഉണ്ടായിരുന്നു ഭൗതിക അർത്ഥത്തിലും. അങ്ങനെയുള്ള നമ്മുടെ കർത്താവ് 33 വർഷക്കാലം ഈ മണ്ണിലൂടെ സഞ്ചരിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ബ്രഹ്മചാരിയായി അദ്ദേഹം ജീവിച്ചു, ഈശോ മിശിഹാ ജീവിച്ചു. അത് എന്തിനു വേണ്ടിയെന്നല്ലേ? അവിടുന്ന് തന്നെ പറയുകയാണ്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. സ്വർഗരാജ്യത്തെ പ്രതി ബ്രഹ്മചര്യം വ്രതമായി സ്വീകരിച്ച് ധനമായി കണ്ട് ശ്രേഷ്ഠമായി കണ്ട് ജീവിക്കുന്നവരുണ്ട്. കർത്താവ് എന്നിട്ട് പറഞ്ഞതിൻ്റെ അവസാനം മത്തായി സുവിശേഷം 19-ാം അധ്യായം 12-ാം വചനം, ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം. എന്തിനാണ് സ്വർഗരാജ്യത്തെ പ്രതി ബ്രഹ്മചര്യമായിട്ട് ജീവിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ തനിയെ കഴിയുന്നത്? എന്തിനാണ് ഇത്ര പാടുപെടുന്നത്? ഈ ചോദ്യങ്ങൾ ഇതെങ്ങനെ സാധിക്കുമോ? പലർക്കും സംശയമാണ്, സാധിക്കുമോ? ഇതിനൊക്കെ കർത്താവ് പറയുന്ന ഉത്തരം എന്താ? ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റില്ല, എല്ലാവരും ഗ്രഹിക്കണമെന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ അനുധാവനം ചെയ്ത വഴി എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിൻ്റെ ജീവിതമായിരുന്നു, സെലിബ്രേറ്റ് ലൈഫ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വിശുദ്ധമായ ജീവിതത്തെ, പ്യൂരിറ്റിയെ, പരിശുദ്ധമായ ജീവിതത്തെ ഇത്ര ഉദാത്തമായി ഉയർത്തിപ്പിടിച്ച് കാണുന്നത്. വിവാഹ ജീവിതം നയിച്ചവർ പോലും വാസ്തവത്തിൽ ബ്രഹ്മചാരികളായിരിക്കണം എന്ന് പറയാം. ഏതർത്ഥത്തിൽ? അവർക്ക് ജീവിതത്തിൽ തൻ്റെ ജീവിത പങ്കാളികളോട് മാത്രമേ ജീവിതത്തിൽ ബന്ധങ്ങളുള്ളൂ. അല്ലാത്ത സമസ്ത മേഖലകളിലും അവർ ബ്രഹ്മചാരികളാണ്, അഥവാ കന്യകളാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നു. ബ്രഹ്മചര്യം ദൈവത്തിൻ്റെ ദാനവും സഭയിൽ അതൊരു പ്രത്യേക ദൈവവിളിയുമാണ്. 1 കൊറിന്തോസ് 7-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. അപ്പോൾ ആരാണ് ബ്രഹ്മചരി, ആരാണ് കന്യക? പ്രത്യേക ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചവരും ആ ദാനങ്ങളോട് ക്രിയാത്മകമായി പ്രത്യുത്തരിച്ചവരുമാണ്. ഈ സത്യം നമ്മൾ ഓർക്കണം. എനിക്ക് പറ്റാത്തത് മുഴുവൻ ആർക്കും പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും വ്യഭിചാരികളാണെന്ന് വിചാരിക്കരുത്. എല്ലാവരും അശുദ്ധരാണെന്ന് വിചാരിക്കരുത്. ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിലാളനയും സംരക്ഷണവും അനുഗ്രഹവും ലഭിച്ചാൽ ഏത് വഴിക്കാണ് നടക്കാൻ പറ്റാത്തത്? ഏത് ജീവിതാവസ്ഥയിലാണ് മുന്നേറാൻ പറ്റാത്തത്? നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വെള്ളത്തിലൂടെ നടക്കുക. മനുഷ്യരാരും വെള്ളത്തിലൂടെ, കടലിലൂടെ നടന്നിട്ടില്ല അതിനു മുൻപ്. അപ്പോൾ ഇത് കാണുന്ന വലിയ മുക്കുവൻ പത്രോസിന് അതിശയമായി, എടാ കാലങ്ങൾ കുറേയായല്ലോ ഞാൻ ഈ വെള്ളത്തിലൂടെ, ഈ കടലിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇന്നോളം വിചാരിച്ചിട്ട് ഒരടി പോലും ഈ വെള്ളത്തിൻ്റെ മേലെ നടക്കാൻ പറ്റിയിട്ടില്ല.
അതുകൊണ്ട് പത്രോസ് ഇവൻ നടക്കുന്ന കണ്ടപ്പോൾ പറയുന്നത് എന്താ? കർത്താവ് അങ്ങാണെങ്കിൽ എന്നോടൊന്ന് നടക്കാൻ പറഞ്ഞേ. കർത്താവ് പറഞ്ഞു, നീ നടന്നു. കർത്താവായ ഈശോ കൃപ കൊടുത്തു കഴിഞ്ഞപ്പോൾ വർഷങ്ങളോളം കടലിലൂടെ മീൻ പിടിച്ച് നടന്ന പത്രോസ് ഇതാ വള്ളത്തിലല്ല, കടലിലൂടെ നടക്കുക. കർത്താവിൻ്റെ കൃപ ലഭിച്ചപ്പോൾ അസാധ്യമായിരുന്ന കാര്യം അതൊരു മുക്കുവനായിരുന്ന പത്രോസിന് വളരെ സുസാധ്യമായി തീർന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഏത് ബ്രഹ്മചര്യ ജീവിതം എന്നത് എല്ലാവർക്കും ഉള്ളതല്ല. സെലിബ്രേറ്റ് ലൈഫ്, കന്യാത്ത ജീവിതം എന്ന് പറയുന്നത് അത് പ്രത്യേകം വിളി ലഭിച്ചവർക്ക്, പ്രത്യേകം കൃപ ലഭിച്ചവർക്ക്, പ്രത്യേകം വരാൻ പറഞ്ഞവർക്കുള്ളതാണ്. അങ്ങനെ വരുന്നവർ, അങ്ങനെ കൃപ ലഭിച്ചവർക്ക് നടക്കാൻ പറ്റും. അതിൽ ലോകത്തിൻ്റെ വെറും കണ്ണുകൊണ്ടും ലോകത്തിൻ്റെ ഇത്തിരി ബുദ്ധി കൊണ്ടും ലോകത്തിൻ്റെ ഇത്തിരി യുക്തി കൊണ്ടും ഒക്കെ ചിന്തിച്ചിട്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് വിചാരിച്ചിട്ട്, സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് സഭയിലെ ബ്രഹ്മചര്യ ജീവിതത്തെ നിസ്സാരമായി കാണുന്നവരും പൂച്ഛിച്ച് തള്ളുന്നവരും നിസ്സാരമായി കാണുന്നവരും ഒക്കെ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നവരാ. ഇനി അഥവാ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷനോ ഏതെങ്കിലും ഒരു സന്യാസിയോ ഒരു സമർപ്പിത ആത്മാവ് ബ്രഹ്മചര്യ ജീവിതത്തിൽ പരാജയപ്പെട്ട് വീണ് കിടക്കുന്നത് കണ്ടിട്ട് കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലേ എന്ന് വിചാരിക്കുന്നതിലും കാര്യമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണരുത്. നമ്മൾ ഓർക്കണം, കടലിലൂടെ പത്രോസ് നടന്നത് അസാധ്യമായ ഒരു കാര്യമാണ് ചെയ്തത്. പക്ഷെ പത്രോസ് കടലിലൂടെ നടന്നപ്പോൾ കർത്താവിൽ നിന്നും കണ്ണ് പറിച്ചു. കർത്താവിൽ നിന്നും കണ്ണ് പറിച്ചു, ഹൃദയം മാറ്റി, ചിന്ത മാറ്റി. പുറകോട്ട് തിരിയുന്ന സമയം പത്രോസും കടലിൽ മുങ്ങിത്താഴുന്നുണ്ട്. യേശുക്രിസ്തുവിനെ വിശ്വസ്തയോടെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയും മുങ്ങിത്താഴില്ല. മറിച്ച് യേശുക്രിസ്തുവിൽ വിശ്വാസം മറന്ന് യേശുക്രിസ്തുവിനെ വിസ്മരിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും കടലിലൂടെ സഞ്ചരിച്ചാൽ അവർ മുങ്ങിത്താണിട്ടുണ്ടാവും. ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മുങ്ങിത്താണു എന്നും എല്ലാവരും ചത്തുപോയി എന്നൊന്നും വിചാരിക്കരുത്. കടലിലെ ആഴത്തിലേക്ക് പോയി എന്ന് വിചാരിക്കരുത്. ഒറ്റപ്പെട്ട ഒരു നിമിഷത്തെയോ ഒറ്റപ്പെട്ടൊരു സംഭവത്തെയോ ഇവിടെ നോക്കുകയും കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ കൃപയാണ് ലഭിച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലേ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഈ വ്യക്തികളെ വിളിച്ചഭിഷേകം ചെയ്തത് ഈ ലോകത്തിൻ്റെ കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സ്വാധീന വലയത്തിൽ നിന്നും ആകുലതയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നൊക്കെ മുക്തി പ്രാപിച്ച് സ്വർഗരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, എന്നേക്കും എല്ലായ്പ്പോഴും എല്ലായിടത്തും നിലകൊള്ളുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഒരു വ്യക്തിയെ സഭയിൽ സന്യാസിയാക്കി മാറ്റുന്നത്, സന്യാസിനിയാക്കി തീർക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ, അതുകൊണ്ടാണല്ലോ ആചാര്യന്മാർ പറയും, സ്വർഗരാജ്യത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള തീവ്രയജ്ഞത്തിൽ ഇടംബലം നോക്കുവാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ബ്രഹ്മചര്യം ജീവിതപ്രദമായി എടുക്കുന്നു. എനിക്ക് ജീവിതത്തിൽ വിവാഹം കഴിക്കാനോ എനിക്ക് ജീവിതത്തിൽ ഒരു ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനോ ഒരു കുടുംബം പടുത്തുയർത്താനൊന്നും ശേഷിയില്ലാങ്ങിട്ടല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മറിച്ച് എനിക്ക് അതിലും ഉദാത്തവും ഉയർന്നതുമായ ഒരു ജീവിത യാഥാർത്ഥ്യത്തെ ലോകത്തിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിൽ ദൈവം എന്നെ വിളിച്ചു കഴിഞ്ഞു, അഭിഷേകം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ മറ്റെല്ലാറ്റിനോട് നോ പറയുന്നു. എനിക്ക് യേസ് പറയാൻ പറ്റുന്ന ഒത്തിരി മേഖലകളോട് ഞാൻ നോ പറയുന്നതിൻ്റെ കാരണം എനിക്കൊരു വലിയ യേസ് എൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു വലിയ ദൗത്യം എനിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2010 വളരെ രക്ഷാകരവും രസകരവുമായ ഒരു വർഷമായിരുന്നു സഭയെ സംബന്ധിച്ച്, പൗരോഹിത്യ വർഷം. ഈ പൗരോഹിത്യ വർഷത്തിൻ്റെ സമാപനം ജൂൺ മാസത്തിൽ 2010 ജൂണിൽ സഭ ആഘോഷിക്കുമ്പോൾ റോമാപുരിയിൽ വത്തിക്കാൻ സ്ക്വയറിൽ 15,000-ഓളം വൈദികർ തന്നെ മാർപ്പാപ്പയുടെ അൾത്താരയ്ക്ക് ചുറ്റും ഒന്നുചേരുകയാണ്. ഈ 15,000-ഓളം വൈദികർ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്ന് കടന്നു വന്നവർ ഒന്നുചേർന്ന് ബലിയർപ്പിക്കുമ്പോൾ ആ പൗരോഹിത്യ ദിനാചരണത്തിൽ, ആഘോഷത്തിൽ മാർപ്പാപ്പയുമായിട്ടുള്ള നേരിട്ടുള്ള വൈദികരുടെ സംവാദം നടക്കുകയാണ്, ഡയലോഗ്. അപ്പോൾ മാർപ്പാപ്പ ഈ വൈദികരോട് പറഞ്ഞിരുന്നു, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ കഴിയുന്നവരോട് നിങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ചോദിക്കാം. അങ്ങനെ ഈ വൈദികരിൽ ചിലർ എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുണ്ട്, എല്ലാവരും ഉത്തരം പറയാനും മാർപ്പാപ്പയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കില്ല, സമയത്തിൻ്റെ പരിമിതി. അപ്പോൾ എന്ത് ചെയ്തു? അതിൽ 5 പേരെ
സെലക്ട് ചെയ്തു ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട്. 5 പേരിൽ ഓരോരുത്തർക്കും ഒരേ ചോദ്യങ്ങളാണ് ചോദിക്കാൻ അവസരവും ഒരുക്കിയത്. അതിലൊരു വൈദികൻ ചോദിച്ചത് ഇതാണ്: പിതാവേ, ഇന്ന് പൗരോഹിത്യ ബ്രഹ്മചര്യം, സന്യാസ ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചർച്ചകളും നടക്കുന്നു. ഈ ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ ഉൾക്കാമ്പിനെക്കുറിച്ച് പിതാവേ ഞങ്ങളെ കൂടുതൽ പ്രബുദ്ധരാക്കിയാലും, പരിശുദ്ധ പിതാവേ ഞങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിച്ചാലും, ഉണർവുള്ളവരാക്കിയാലും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ പിതാവ് വളരെ സഹർഷം സന്തോഷത്തോടെ ആ ചോദ്യത്തെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞു: സഹോദരന്മാരെ, പ്രിയ വൈദിക ഗണങ്ങളെ, സഹോദരന്മാരെയും, നമ്മൾ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ബുദ്ധി കൊണ്ട് പറ്റുന്ന കാര്യമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ബുദ്ധി കൊണ്ട് മാത്രമേ ഈ രഹസ്യം, ഇതൊരു രഹസ്യമാണ്, അത് മനസ്സിലാക്കാൻ പറ്റൂ. സന്യാസ ജീവിതം, പൗരോഹിത്യ ജീവിതം, സമർപ്പണ ജീവിതം, അതിൽ തന്നെയുള്ള ബ്രഹ്മചര്യ ജീവിതം അതൊരു രഹസ്യമാണ്. സഭ ഒരു രഹസ്യമായിരിക്കുന്നത് പോലെ, ക്രിസ്തു ഒരു രഹസ്യമായിരിക്കുന്നത് പോലെ, ഈ സമർപ്പണ ജീവിതവും ഒരു രഹസ്യമാണ്. അത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ദാനമായി, സമ്മാനമായി നൽകിയിരിക്കുന്ന കൃപയാണ്. അത് ഗ്രഹിക്കണമെങ്കിൽ, അത് അനുഗമിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പിതാവ് തുടർന്ന് പറയുകയാണ്: പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണ്. ആ അഭിഷേകത്തിലൂടെ പുരോഹിതൻ ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പുരോഹിതൻ ശുശ്രൂഷയുടെ സമയത്ത് ബലിയർപ്പിക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ, ഇത് എൻ്റെ ശരീരം ആകുന്നു, ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു എന്നല്ല പറയുന്നത്, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആ വ്യക്തിത്വത്തോട്, ആ തനിമയോട് പുരോഹിതനെ ഒന്നായി ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺവെർഷൻ്റെ സമയത്ത് കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ, ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറയുമ്പോൾ, ഐ അബ്സോൾവ് എന്ന് പറയുമ്പോൾ, ക്രിസ്തുവായിട്ട് ഈ പുരോഹിതൻ അഭിഷേകത്തിലൂടെ ഒന്നായ അഭിഷേക കൃപ ലോകത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. എൻ്റെ ആൻഡ് ക്രിസ്തുവിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിത്വവും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ഒന്നുചേർന്ന് ചേരുകയാണ്, മുന്തിരിച്ചെടിയും ശാഖയും. അങ്ങനെ ചേരുന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയിൽ, ബ്രഹ്മചാരിയായ ക്രിസ്തുവിൻ്റെ കൃപയിൽ ജീവിതത്തിൽ പുരോഹിതൻ പങ്കുപറ്റുകയാണ്. മാത്രമല്ല, പിതാവ് പറയുകയാണ്, ഇതിലൂടെ ബ്രഹ്മചര്യ ജീവിതത്തിലൂടെ ഈ സ്വർഗത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യം, റെസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, സ്വർഗത്തിൻ്റെ രഹസ്യം ക്രിസ്തു ലോകത്തിൽ നിലനിർത്തുകയും ലോകത്തോട് പ്രഖ്യാപിക്കുകയും ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഉത്ഥാന കൃപ മുൻകൂട്ടി ചില വ്യക്തികൾക്ക് ഈ ലോകത്ത് കൊടുക്കുകയാണെന്നാണ് പിതാവ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞില്ലേ, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ വിവാഹം കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, സഹോദരങ്ങളെ, അവിടെ വിവാഹമില്ല, പിന്നെയോ അവിടെ മരിച്ച് സ്വർഗത്തിലെത്തുന്ന ആത്മാക്കൾ മാലാഖമാരെ പോലെയായിരിക്കും എന്ന് പറയുകയാണ്. ഇവിടെയാണ് ഇതൊക്കെ ഉള്ളൂ എന്ന് ഈശോ പഠിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, ഈ സ്വർഗീയമായ ഉത്ഥാനത്തിൻ്റെ ഈ കൃപ കർത്താവ് പ്രത്യേകം ചിലർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ട് ആ കൃപയിലാണ് ബ്രഹ്മചാരി മുന്നേറുന്നത്. അതിനുശേഷം പിതാവ് പറയും, ഓൾറെഡി, അതായത് സ്വർഗത്തിൻ്റെ മഹാദർശനം, മഹാസത്യം, ആ എസ്കത്തോളജിക്കൽ റിയാലിറ്റി അതിവിടെ ബ്രഹ്മചര്യത്തിലൂടെ ഇവിടെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുക. സമർപ്പണ ജീവിതത്തിലൂടെ, പൗരോഹിത്യ ജീവിതത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം, ഫോർടേസ്റ്റ്, സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം ലോകത്തിൽ ക്രിസ്തു നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് സമർപ്പണ ജീവിതത്തിലൂടെയാണ്, സമർപ്പിത ബ്രഹ്മചര്യത്തിലൂടെയാണ്, സമർപ്പിത പുരോഹിതരിലൂടെയാണ്. അപ്പോൾ പിതാവ് അതിനുശേഷം വളരെ രസകരമായിട്ട് പറയുന്ന കാര്യം ഇതാണ്. നോക്കൂ, ഇന്നത്തെ ചുറ്റുപാടുകളിലേക്ക് എത്രയോ വ്യക്തികളാണ് വിവാഹ ജീവിതം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ആരോടും, കാരണം എന്താ, ആരോടും ഒരു കടപ്പാടുമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം ഈഗോ, സ്വന്തം സ്വാതന്ത്ര്യം, സ്വന്തം വ്യക്തിത്വം,
ഒന്നിലും സമർപ്പിക്കാതെ, ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ, ഒന്നിനോടും ഒരു റാഡിക്കൽ ഡിസിഷൻ എടുക്കാൻ പ്രാപ്തിയില്ലാത്ത വിധം കഴിയുന്നവരുമുണ്ട്. സമർപ്പണം, ബ്രഹ്മചര്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാസീവ് ലൈഫല്ല, മറിച്ച് അത് ആക്റ്റീവ് ലൈഫാണ്. വിവാഹ ജീവിതത്തിൽ ഒരു സ്ത്രീയും പുരുഷനും എന്നേക്കുമായിട്ട് സമർപ്പണം ചെയ്യുന്നത് പോലെ തന്നെ ധീരോദാത്തമായ ഒരു സമർപ്പണവും ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു ജീവിത പ്രവർത്തനവും ഒരു ജീവിത ശൈലിയും ബ്രഹ്മചാരി പുരോഹിതൻ ലോകത്തിൽ അനുവർത്തിക്കുകയാണ്. അത് ഭീരുക്കളുടെ ജീവിതമല്ല. ഭീരുക്കളുടെ ജീവിതം എന്ന് പറയുന്നത് ആരോടും സമർപ്പണം നടത്താതെ, ആർക്ക് വേണ്ടിയും സമർപ്പണം നടത്താതെ, ഒന്നിനു വേണ്ടിയും സമർപ്പണം നടത്താതെ ഒറ്റയ്ക്ക് കഴിയുന്നവരാണ്. പുരോഹിതൻ അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നവനല്ല, ബ്രഹ്മചാരി ഒറ്റയ്ക്ക് കഴിയുന്നവനല്ല, മറിച്ച് ദൈവത്തോടും സഭയോടും സമൂഹത്തോടും ചേർന്ന് ധീരോദാത്തമായ വിധത്തിൽ ജീവിതത്തെ സമർപ്പിച്ച് കഴിയുന്നവരാണെന്നാണ് മാർപ്പാപ്പ പഠിപ്പിക്കുക, സഭമേ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെയും, അതിന് ലക്ഷ്യമാകട്ടെ ഈ സത്യമാണ്. ഏത്? സ്വർഗരാജ്യം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവും നീതിയും പരിശുദ്ധാത്മാവുള്ള ജീവിതവുമാണ്. അതുകൊണ്ട് സഭയുടെ മുൻപിൽ നാം ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതുമുണ്ട്. സഭാധാന്യരെ എന്ന നിലയ്ക്ക് സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും തികവുമുള്ള സമൂഹമാണ്. ഡിവൈൻ എലമെൻറ്റ്സ് സഭയിലുണ്ട്, അതുപോലെ ഹ്യൂമൻ ഡൈമെൻഷൻ സഭയിലുണ്ട്. മാനുഷികമായ തലത്തിൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, സഭ പാപികളുടെ കൂട്ടായ്മയാണ്. ദ ഹോളി കാത്തലിക് ചർച്ച് ഓഫ് സിന്നേഴ്സ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. ദൈവികമായ തലത്തിലൂടെ കാണുമ്പോൾ സഭ വിശുദ്ധരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ നോക്കി കുർബാനയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. അപ്പോൾ മനുഷ്യൻ്റെ കൂട്ടായ്മ ആയതുകൊണ്ട്, പുരോഹിതരും മനുഷ്യരായതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോയാൽ അവർക്ക് വീഴ്ചകൾ സംഭവിക്കാം. ആ വീഴ്ചകളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ അവിടെയും ഇവിടെയും കേൾക്കുന്ന ചില സ്വരങ്ങൾ. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ പരിശുദ്ധിയോ കത്തോലിക്ക സഭയിലുള്ള പാവനാത്മാവിൻ്റെ പ്രവർത്തനത്തിനോ കുറവ് സംഭവിച്ചെന്ന് വിചാരിക്കരുത്. സഭയ്ക്ക് പാപം ചെയ്തെങ്കിൽ, സഭയ്ക്ക് തെറ്റ് പറ്റിയെങ്കിൽ അനുദപിക്കുന്ന പാപിയെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തം, ആ തിരുരക്തം അവളുടെ മാറിൽ നിറഞ്ഞു നിൽക്കുകയാണ്, സഭയുടെ ഉള്ളറയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈശോ കഴുകിയാൽ വെടിപ്പാകാത്ത ഒരു ഹൃദയമില്ല, ഈശോ കഴുകിയാൽ സംക്ഷിപ്തമാകാത്ത ഒരു മനുഷ്യാത്മാവില്ല. ഈശോ പറഞ്ഞില്ലേ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കുണ്ടാവില്ല. അതുകൊണ്ട് ഈശോ മിശിഹായുടെ തിരുരക്തം വഴി സഭ വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സഭ വിശുദ്ധിയുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമുള്ളത് കൊണ്ട് സഭാഗാത്രം വിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ ജീവിതത്തിൽ, ബ്രഹ്മചര്യ ജീവിതത്തിൽ കർത്താവ് നമ്മെ സഭയിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ചില വ്യക്തികളെ പ്രത്യേകം വിളിച്ച് ഈ ജീവിതാവസ്ഥയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ നിദർശനമായിട്ടാണ്. വരാനിരിക്കുന്ന സ്വർഗോന്മുഖ ജീവിതത്തിൻ്റെ മുൻ ആസ്വാദനം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനും ലോകത്തിൽ അടയാളമായി തീരുവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയും ബ്രഹ്മചര്യ ജീവിതം, ചാസ്റ്റിറ്റി ഈസ് എ വൗ ടു ലവ്, സ്നേഹിക്കുവാനുള്ള, സ്നേഹം പരത്തുവാനുള്ള, സ്നേഹത്തിന് സാക്ഷ്യമാകുവാനുള്ള വിളിയാണ്. ടാഗോർ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ, ഈ പുഷ്പം വിരിഞ്ഞിരിക്കുന്ന അവസരത്തിൽ പൊടി പറ്റുന്നതിന് മുൻപ് നാഥ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ പുഷ്പം അദ്ദേഹം ഗാർഡനിലേക്ക്, പൂന്തോട്ടങ്ങളിലേക്ക് നോക്കിയിട്ട് മനോഹരമായിട്ട് സാഹിത്യ ഭാഷയിൽ എഴുതുകയാണ്. ഈ പുഷ്പം വിരിഞ്ഞിരിക്കുന്ന അവസരത്തിൽ പൊടി പറ്റുന്നതിന് മുൻപ് നാഥ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. വാസ്തവത്തിൽ ബ്രഹ്മചാരി ആരാ? സെലിബ്രേറ്റ് ആരാ? പൊടി പറ്റുന്നതിന് മുൻപ്, അഴുക്ക് കയറുന്നതിന് മുൻപ് ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാണ്. അഥവാ നമുക്ക് നിധിയുടെ ഉപമയിലൂടെ വായിച്ചു കഴിഞ്ഞാലോ, ഈശോ പറയുന്നുണ്ട്, വയലിലെ നിധി, ഒളിഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തുന്ന വ്യക്തി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. അത് മറ്റുള്ളവർ എന്തു പറയുന്നു, എന്ത് വിചാരിക്കുന്നു എന്ന് അവൻ ഓർക്കാറില്ല. തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പണം ഉപയോഗിച്ച്, ആ സമ്പത്ത് ഉപയോഗിച്ച് ഈ നിധി കണ്ടെത്തുന്നു. വാസ്തവത്തിൽ ബ്രഹ്മചാരി ആരാ? സമർപ്പിത ആത്മാവ് ആരെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൻ്റെ ജീവിതയാത്രയിൽ ക്രിസ്തു എന്ന ആ വലിയ സമ്പത്ത്, നിധി, ആ രഹസ്യം അത് കൂടുതൽ തിരിച്ചറിയുന്ന വ്യക്തിയാണ്.
തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴോ ഈ ലോകത്തിലെ മറ്റ് വ്യക്തികളെ, മറ്റ് കൂട്ടുകെട്ടുകളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് ക്രിസ്തുവിനെ മാത്രം തൻ്റെ ഹൃദയത്തിൽ പൂജിച്ച് ആരാധിച്ച് സ്നേഹിക്കുന്നവനാണ്. നിധി കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നത് പോലെ സമർപ്പിത വ്യക്തി, ബ്രഹ്മചാരി കന്യകകൾ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് തനിക്ക് സ്വന്തമാക്കാമായിരുന്നെല്ലാം മറന്ന് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നു. അതിൻ്റെ അർത്ഥം ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുക, ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ജീവിക്കട്ടെ. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെയും ഏകാഗ്രമായ മനസ്സോടെയും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ബ്രഹ്മചാരി ജീവിതം സഭ തനിയർ സ്വീകരിക്കുന്നത്. സഭയുടെ മക്കൾ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നതിൻ്റെ കാരണം അതാ. ലോകത്തിൽ എവിടെയും പോയി, എപ്പോൾ വേണമെങ്കിലും പോയി, എങ്ങനെ വേണമെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അതിലൂടെ അവർ പ്രാപ്തരാകുകയാണ്. അപ്പോൾ സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ് അരവിന്ദോ പറയുക. ലവ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫോഴ്സ്. ഏറ്റവും വലിയ ശക്തി സ്നേഹമാണെങ്കിൽ ബ്രഹ്മചാരി ജീവിതം നയിക്കുന്നവർ ഈ സ്നേഹത്തിൻ്റെ ശക്തി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് സകലരിലേക്കും ഈ ശക്തിവിശേഷം നിർഗളിക്കുവാൻ അനുവദിക്കുന്ന വ്യക്തിയാണ്. അവിടെ ജീവിതത്തിന് അർത്ഥമുണ്ട്, അവിടെ ജീവിതത്തിന് ആഴമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഭയ്ക്ക് ദൈവം ദാനമായി നൽകിയ സമ്മാനമാണ് വാസ്തവത്തിൽ നമ്മുടെ കന്യാസ്ത്രീകളും ബ്രഹ്മചാരികളും സന്യാസിനികളുമെല്ലാം. നമ്മുടെ കുടുംബത്തിൽ നിന്നും ദൈവം പ്രത്യേകമായ വിധത്തിൽ വിളിച്ച് അഭിഷേകം ചെയ്തവരാണ് അവർ. നമുക്കവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ, സഭാഗാത്രത്തെ മുഴുവൻ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും, സഭാഗാത്രത്തെ മുഴുവൻ പരിപാലിക്കുവാനും, ദൈവവചനത്തിൻ്റെയും വിശുദ്ധ ഉദാശകളുടെയും ആഴങ്ങളിലേക്ക് നയിക്കുവാനുമായി ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിനായി നീ സഭയിൽ ശുശ്രൂഷകരെ ഉയർത്തിയല്ലോ. നീ സഭയിൽ സന്യാസികളെ അഭിഷേകം ചെയ്തുവല്ലോ. ദൈവമേ, നീ ഞങ്ങൾക്കായി പുരോഹിതരെ, വിശുദ്ധരും ബ്രഹ്മചാരികളുമായ പുരോഹിതരെ നൽകിയല്ലോ. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണ ജീവിതത്തിൽ വന്നുപോലുള്ള എല്ലാ പിഴവുകൾക്കും കുറ്റങ്ങൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. ലോകമെമ്പാടുമുള്ള വൈദികരുടെയും സമർപ്പിതരുടെയും ജീവിതത്തിൽ വന്നുപോലുള്ള എല്ലാ പിഴവുകൾക്കും മാപ്പ് നൽകണമേ ദൈവമേ. അങ്ങയുടെ തിരു രക്തം കൊണ്ട് അവരെ കഴുകി വീണ്ടും അവരെ കഴുകി വിശുദ്ധീകരിച്ച് വെടുപ്പും വിശുദ്ധിയുള്ളവരാക്കണമേ ദൈവമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടെ ഹൃദയങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കുകയും മനസ്സിനെ അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ദൈവമേ. അങ്ങ് ഞങ്ങളുടെ മേലും സഭയിലും ചൊരിയുന്ന എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള ഉൾപ്രേരണ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കണമേ ദൈവമേ. നന്ദി, ദൈവമേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 00914802708098, 00914802702613, ഫാക്സ് 00914802708097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.